പ്രായം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിച്ചേ, എല്ലാം അറിയാം, പക്ഷെ തൻ്റെ പ്രായം എന്താ ഇങ്ങനെ ഇരിക്കണം? എൻ്റെ കഴുത്തിലേക്ക് ചുളിവ് കൊണ്ടിട്ടാണ് ചോദിച്ചത്. കാരണം എനിക്ക് ചുളിവൊന്നും വരാനുള്ള പ്രായമായിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പ്രായമൊക്കെ ആയി, ചുളിവ് വരാനുള്ള സമയവുമായി. എന്നാലും എൻ്റെ അതേ പ്രായത്തിലുള്ളവർക്ക് ഇതൊന്നും വന്നിട്ടില്ല. അതാണ് ആ കളിയാക്കിയുള്ള ചോദ്യത്തിൻ്റെ പുറകിലെ ഉദ്ദേശം. കുഴപ്പമില്ല, ശരിയാണ്. ഞാൻ ഒട്ടും ശ്രദ്ധിക്കാറില്ലേ, നമ്മൾ മറ്റേ മുമ്പത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ, കാരണം ഇന്ന ആള് ഓട്ടക്കലത്തിലെ കഞ്ഞി കുടിക്കുള്ളൂ. അതായത് ചട്ടി ഉണ്ടാക്കുന്ന ആളാണ്, പക്ഷെ അവർ കഞ്ഞി കുടിക്കുന്നത് ഓട്ടക്കലത്തിലായിരിക്കുള്ളൂ. അതിപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നല്ല, എല്ലാ മേഖലയിലും അവനവൻ്റെ പ്രൊഫഷണലിൽ അവരുടെ ശരീരത്തിലേക്കോ അവരുടെ വീട്ടിലേക്കോ ശ്രദ്ധിക്കില്ല. എല്ലാം അറിയാം, എപ്പോഴായാലും ചെയ്യാലോ, ഈ ഒരു ധാരണയാണത്. അത് തന്നെ ആയിരിക്കാം എനിക്കും പറ്റിയത്. ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇവർ പറയുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അത് ശരിയാക്കണം, ശരിയാക്കി കാണിക്കാം. എന്തായാലും എന്താ ഞാൻ ചെയ്യാൻ പോണ എന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. കാരണം എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹം എപ്പോഴും യുവത്വം നിലനിർത്തി കൊണ്ടുപോകണമെന്ന്. എത്ര പ്രായമായാലും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എപ്പോഴും ആ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? അതിനു വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളാണ്. ഇത്തരം ചുളിവുകളൊക്കെ മാറ്റാൻ ഒരു കെമിക്കലും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ വലിയ പാർലറുകളിലെ കൊണ്ടുപോയി ഒരുപാട് കാശൊന്നും മുടക്കി എന്തൊക്കെയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം അതിനുള്ളിലായിട്ട് നമ്മുടെ യൗവനത്തിനെ കിട്ടും. ഈ ചുളിവുകൾ മാറാനുള്ളതാണ് തൽക്കാലം ഞാൻ പറയുന്നത്. ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ചുളിവുകൾ മാറാൻ വളരെ സിമ്പിളായിട്ട് ആവണക്കെണ്ണയും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഓയിൽ ബോട്ടിലായിട്ട് കിട്ടും. ഇത് രണ്ടും കൂടെ സമാസമം മിക്സ് ചെയ്തിട്ട്, അതായത് 1 സ്പൂൺ ഓയിലാണെങ്കിൽ 1 സ്പൂൺ ആവണക്കെണ്ണ, ഇത് രണ്ടും കൂടെ സമാസമം മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുമ്പോൾ ജസ്റ്റ് കഴുത്തിലും മുഖത്തും എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അപ്പോൾ ചിലർക്ക് ചോദിക്കാം, ഇത് രോമ വളർച്ച ഉണ്ടാക്കൂലേ എന്ന്. അങ്ങനെയൊന്നും പേടിക്കണ്ട. രോമം ഉള്ളിടത്ത്, അതായത് തലയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്ത് പുരികത്തിനൊക്കെ തേച്ചാൽ മാത്രമാണ്, എവിടെ രോമമുണ്ടോ അവിടെ തിക്നെസ് കൂടാനും രോമത്തിന്റെ കട്ടി കൂടാനും വളർച്ച കൂടാനും ഒക്കെ ആവണക്കെണ്ണ സഹായിക്കും. പക്ഷെ രോമം ഇല്ലാത്തടത്ത് കിളുക്കാനുള്ള സൗകര്യമൊന്നും ആവണക്കെണ്ണയ്ക്കില്ല. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴുത്തിലും മുഖത്തും തേക്കാം. മറ്റൊന്ന്, ഇനിയിപ്പോൾ അങ്ങനെ ഒരു പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ള, കോഴിമുട്ടയുടെ വെള്ള, മനസ്സിലായോ? ഈ മുട്ടയുടെ വെള്ളയിൽ ഒരു 2-3 തുള്ളി ചെറുനാരങ്ങയുടെ നീരിറ്റിച്ചിട്ട് 1-2 തുള്ളി തക്കാളി നീരും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ നനച്ചത് കളയുക. മുടങ്ങാതെ ഇത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബൊട്ടോക്സിനേക്കാളും ഗംഭീരമായിട്ട് സ്കിൻ ടൈറ്റായിട്ട് നിൽക്കും. ഈ ഭാഗം നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങുന്ന ഡബിൾ ചിന്നുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരപ്പെടും. മുട്ടയുടെ വെള്ളം അത് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് നിർത്തും. മറ്റത് വളരെ തിക്കായ സ്കിന്നാക്കി നമുക്ക് തരും ആവണക്കെണ്ണ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. നിർത്തരുത്. 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് എന്നെ ചീത്ത പറയാൻ വരരുത്. കുറച്ച് ദിവസം പരീക്ഷിക്കുക. ഒരു മാസത്തിന് ശേഷം മാറ്റമില്ലെങ്കിൽ നിങ്ങൾ നിർത്തിക്കും. പക്ഷെ 2-3 മാസം കൊണ്ടിട്ട് പൂർണ്ണമായ റിസൾട്ട് ഉറപ്പാകും. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ നിങ്ങളത് നിർത്താനും പോണില്ല. അപ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.